ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ നഗരത്തിൽ 25-ന് മെഗാ ശുചീകരണം നടത്തും. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ചേർന്ന സംഘാടക സമിതി യോഗത്തിലാണ് തീരുമാനം. 23, 24 തീയതികളിൽ കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും ശുചീകരണം നടത്തണം. സംഘാടക സമിതി യോഗം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു. അതേ അളവിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡരികിൽ കാണുകയാണ്. ഇത് വഴിയിൽ ഉപേക്ഷിക്കുന്നത് 2 നേരം കുളിക്കുകയും അലക്കി തെച്ച വസ്ത്രം ധരിക്കുകയും കൃത്യമായി നഖം മുറിക്കുകയും ചെരുപ്പിട്ട് നടക്കുകയും ചെയ്യുന്ന നല്ല ശുചിത്വബോധമുള്ള ആളുകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ഈ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകരാറിലാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? മഴക്കാലമാകുമ്പോൾ എല്ലാ ആശുപത്രികളും രോഗികളെ കൊണ്ട് നിറയും. ചെറിയ രോഗമല്ല വരുന്നത്. ചിക്കൻ ഗുനിയും ഡെങ്കിപ്പനിയും എലിപ്പനിയും പോലുള്ള അസുഖങ്ങളാണ് കൂടുതലായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി ആ അസുഖത്തിന് ചികിത്സിക്കേണ്ടി വരുന്ന കാലത്ത് നാം ചെലവഴിക്കുന്ന തുക എത്രയാണ്? ചെറിയ തുകയാണോ? ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയാണ് ഇല്ലാതാക്കുന്നത് അസുഖം. നമുക്ക് നന്നായിട്ട് അറിയാം. ഈ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കിയാൽ നമ്മുടെ കുടുംബ ഭദ്രതയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഉറപ്പുവരുത്താൻ സാധിക്കും. ഈ മാസം 17-നകം വാർഡ് ശുചിത്വ സമിതികൾ ചേർന്ന് എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഉപാധ്യക്ഷ ഒ പ്രീത അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VK സുഗതൻ, P ശ്രീനാഥ്, കൗൺസിലർമാരായ VN മുഹമ്മദ്, A മധുസൂദനൻ, സെക്രട്ടറി S വിനോദ് കുമാർ, NV ചന്ദ്രബാബു, KV ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, കുടുംബശ്രീ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, തൊഴിലുറപ്പ് ഹരിതകർമ്മസേന പ്രവർത്തകർ, NSS, NCC, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, അങ്കണവാടി ആശാ പ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.